കഴിഞ്ഞ പ്രാവശ്യം 2 കുട്ടികൾക്ക് ചെരുപ്പിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏണിങ്സ് കണ്ടാ നിങ്ങൾ ഞെട്ടും. ഷടാ എന്റെ താക്കോല് കാണുന്നില്ലല്ലോ. ഈ ഓടക്കകത്ത് കിടക്കുന്ന മൂത്രത്തിനേക്കാളും നല്ല അത് നെഗറ്റീവ് കമന്റ്സ് ഞാൻ നോക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ. പക്ഷെ 5ാമത്തെ നിലേൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് അധികം കാണാൻ പറ്റില്ല. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, കള്ള പട്ടി. ആ നായിൻ്റെ പട്ടി എന്നെ ഓടിപ്പിച്ചു ഗൈസ്. ഹേ ബഡീസ്, വെൽക്കം ടു സൺഡേ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് വീക്കെൻഡ് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വീക്ക്ലി ഇൻസെൻറ്റീവും അതുപോലെ തന്നെ എക്സ്ട്രാ സർജ് ബോണസും നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 to 3 അതുപോലെ തന്നെ 7 to 9 ആണെന്ന് തോന്നുന്നു. നമുക്ക് എക്സ്ട്രാ 10 രൂപ വെച്ചിട്ട് ഏണിങ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. സോ ഇന്ന് നമ്മൾ ഫുൾ സെറ്റപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എത്ര ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നറിയില്ല. അതുപോലെ തന്നെ വീക്കിലി ഇൻസെൻറ്റീവ് നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ 1000 രൂപ നമ്മൾ ഇന്ന് ഓർഡർ ഏണിങ്സ് അടിക്കണം. ഓർഡർ ഏണിങ്സ് 1000 രൂപ അടിച്ചാൽ മാത്രമാണ് നമുക്ക് വീക്കിലി ഇൻസെൻറ്റീവ് ഒരു 1000 കൂടെ കിട്ടുള്ളൂ. സോ ഇന്ന് മേ ബി ഒരു 2000 സംതിങ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഇത്രയുണ്ട്. ഇത് വന്ന് രാവിലത്തെ ഓട്സ്, ഇത് ചോറ്, ഇത് ചിക്കൻ കറി, ഇത് ചോറിനുള്ള ചിക്കൻ കറി, പിന്നെ ഇത് നമ്മുടെ 2 ലിറ്റർ വെള്ളം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഓണമായിരുന്നല്ലേ. സാധാരണ ഞായറാഴ്ചകളിൽ അങ്ങനെ തിരക്കുണ്ടാവാറില്ല. ഇനി ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ 12 കിലോമീറ്റർ മാറി നമ്മുടെ സോണിലെത്തി. ഞാൻ സ്ഥിരം ഇവിടെ നിന്നാണ് ഡ്യൂട്ടി ഓൺ ചെയ്യാറ്. അപ്പം നമ്മൾ സോണിലെത്തി. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിക്ക് ഇപ്പോൾ സ്ലോട്ട് ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി സ്വിഗ്ഗിക്കും സൊമാറ്റോയുടെ മാതിരി സ്ലോട്ട് ഉണ്ട്, പക്ഷേ സ്ലോട്ട് ഫില്ലായിരിക്കില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. സോ ഇതാണ് സ്ലോട്ട്. ഇപ്പം ഇന്ന് ഞാൻ ബുക്ക് ചെയ്തത് രാവിലെ 9 മണി to 12, അങ്ങനെ 12 to 4, 4 to 7, 7 to 11. ഇതാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. മിക്കവാറും 11 to പുലർച്ചെ 2 മണിയും കൂടെ ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് 1000 രൂപ ഏണിങ്സ് ഉണ്ടാക്കിയാൽ മാത്രമാണ് വീക്കിലി ഇൻസെൻറ്റീവ് അടിക്കുന്നത്. നമ്മൾ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 50 രൂപ. ടോട്ടൽ 4 കിലോമീറ്റർ ഓടാനുണ്ട്. ഈ 4 കിലോമീറ്റർ 50 രൂപയല്ല, ആക്ച്വലി അത് ടിപ്പ് ഇൻക്ലൂഡഡ് ആണ്. 4 കിലോമീറ്റർ നമുക്ക് സ്വിഗ്ഗിക്ക് കിട്ടുന്നത് 20 രൂപയാണ്. സോ മെയ്ഫ്ലവർ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. സോ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇവിടെ നിന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓ സിറ്റ്, സെൽഫി എടുക്കണം. ഓക്കേ, ഇത് റെസ്റ്റോറൻറ്റ് ഇത്ര അടുത്തായതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഇവിടുന്ന് റീച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ആ കാണുന്ന ബിൽഡിങ്ങിലാണ്, ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിലാണ് നമുക്ക് പോവേണ്ടത്. ഇതാണ് മെയ്ഫ്ലവർ റെസ്റ്റോറൻറ്റ്. 8:36 റെഡി ആവുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8:29 ആയിട്ടുള്ളൂ. അപ്പം മേ ബി 5 മിനിറ്റ് നമുക്കവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. ബ്രോ 8006 അവിടെ അരമണിക്കൂറാണ് കേട്ടത് വെയിറ്റിംഗ് കിട്ടിയത്. ഏകദേശം 27 മിനിറ്റ് നമ്മൾ വെയിറ്റിംഗ് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് അരമണിക്കൂർ സീൻ കിട്ടി. ഇങ്ങനെ വെയിറ്റിംഗ് കിട്ടുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ചടച്ചു പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ എടുക്കാനുള്ള ടൈം കുറച്ചും കൂടെ ഡിലേ ആവും. ഇപ്പോൾ അരമണിക്കൂർ ഇവിടെ കാത്തുനിന്നുകൊണ്ട് ഇത് കൊടുത്തിട്ട് എനിക്ക് അടുത്ത ഓർഡർ എടുക്കാനുള്ള ടൈമാണ് പോയത്. ഈ ഓർഡർ നമുക്ക് ഈസ്റ്റിലേക്കാണ് പോകാനുള്ളത്. 14 ഇടിയപ്പം, ഒരു കടലക്കറിയാണ് ഉള്ളത്. അതായത് ടോട്ടൽ 15 ഐറ്റംസ് ആണുള്ളത്. ഇതിൽ ഒരൈറ്റം കൂടെ കൂടി വന്നിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻ കേസ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 15 ഇടിയപ്പവും ഒരു കടലക്കറിയും ആണെന്നുണ്ടെങ്കിൽ 16 ഐറ്റംസ് ആയി. 16 ഐറ്റംസ് സ്വിഗ്ഗിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്ക് ഓർഡറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബൾക്ക് ഓർഡറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്ററിന് ഓട്ടോ ചാർജ്, എത്ര കിലോമീറ്റർ ഉണ്ടോ അതിൻ്റെ ഒരു ഓട്ടോ ചാർജ് നമുക്ക് കിട്ടും. മിനിമം 180 രൂപയാണ് തോന്നുന്നു, 180 റുപ്പീസ് ആണെന്ന് തോന്നുന്നു നമുക്ക് ഓട്ടോ ചാർജ് കിട്ടുന്നത്. എനിക്ക് ഈ ആഴ്ച ഒരു 2 ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു 350 രൂപ അങ്ങനെ എക്സ്ട്രാ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലെത്തി. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുമ്മാ വിളിച്ച് നോക്കണം. പുറത്തിൽ ബസ് പക്ഷേ എടക്കാടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലുള്ള റോഡ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കറക്റ്റ് അല്ല, പ്ലീസ് കോൾ. ഇത് ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ലൊക്കേഷൻ.
ഇതിനു മുന്നേ ഞാൻ ഈ കസ്റ്റമർക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ വിളിക്കുന്നുണ്ട്. ഈ കസ്റ്റമർക്ക് ഞാൻ മുന്നേ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇത് പുള്ളിയുടെ ഒരു തെറ്റാണ്. അപ്പം നമ്മൾ അഡ്രസ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ തെറ്റാണ്, ഇതല്ല വഴി എന്നുള്ളത്. ഇത് കസ്റ്റമറിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ആക്ച്വലി ഇത് റോഡ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ലൊക്കേഷൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് എത്തി. ഇതാണ് കസ്റ്റമർ. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, താങ്ക് യു. അവിടെ റെസ്റ്റോറൻറ്റ് അവിടെ ഡിലേ ആ രാവിലെ ആയതുകൊണ്ടേ. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ നമുക്കൊരു കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് സ്ഥിരം ഓർഡർ ചെയ്യാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. മേ ബി അവർ നമുക്ക് 5 സ്റ്റാർ റേറ്റിങ്ങും ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് തന്നെ തരുന്നത്. നമുക്ക് സ്ഥിരം തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടോ അല്ലെങ്കിൽ പേര് കേട്ടാൽ, വീട്ടുപേരോ അല്ലെങ്കിൽ കസ്റ്റമറുടെ പേരോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വീട് ഏതാന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ അഡ്രസ്സ് നോക്കിയിട്ടില്ല, ഞാൻ ലൊക്കേഷൻ മാത്രം നോക്കി ഇങ്ങ് പോന്നതാണ്. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഈ കസ്റ്റമറുടെ പേര് ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് രണ്ടാമതൊരു ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട്. വെസ്റ്റിയിൽ അലങ്കാർ നിന്നാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. 20 രൂപയുടെ ഓർഡർ ആയിരുന്നു അത്. സോ നമ്മൾ അലങ്കാർ എത്തി. ഇവിടെ ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് എടുത്തിട്ട് വരാം. റീച്ച്ഡ്. ഇനിയും സെൽഫിയോ? ഇതൊരു 3 പ്രാവശ്യം സെൽഫി ചോദിക്കട്ടോ. ഫുഡ് റെഡി. അല്ല 14E ടവർ 2. ഈ ചേട്ടൻ കൊള്ളാട്ടോ സെക്യൂരിറ്റി. ചില ഫ്ലാറ്റിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്, എന്താ പറയുക, ജില്ലാ കളക്ടറിലേക്കാട്ടും പവറാണ് ഇവിടെ അവർക്ക്. എന്താണെന്നറിയില്ല, നമ്മളോട് നല്ല പോലെ സംസാരിക്കൂല, അതാണ് വിഷയം. അതായത് അവരുടെ അധികാരത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, നമ്മളോട് മാന്യമായിട്ട് പെരുമാറൂലേ. ഇവരൊരുമാതിരി അവരുടെ അടിമേനമാരിയാണ്. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കയറണമെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് തരാൻ പറയണം. കസ്റ്റമർ റൂമിൽ നിന്ന് ഓപ്പൺ ആക്കാൻ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം താഴോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി. സാധാരണ ഇത് അവർക്ക് മോളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ശരി. അങ്ങനെ ആ ഓർഡറും നമ്മൾ ഡെലിവറി അടിച്ചു. ഒന്ന് ടിപ്പ് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ. 50 രൂപ, അതിൽ 30 രൂപ നമുക്ക് ടിപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതും 20 രൂപയുടെ ഓർഡറാണ്. മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ്, കാരപ്പറമ്പ്, ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് റീച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടുന്ന് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പോവാം. അങ്ങനെ വി റീച്ച്ഡ് മലബാർ റെസ്റ്റോറൻറ്റ്. റീച്ച്ഡ് കൊടുക്കണം. വിശക്കുന്നില്ല, ചായ കുടിക്കാൻ സമ്മതിക്കില്ല ചില സമയം. ഫുഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. തങ്കമേ 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 5471. ബൾക്ക് ഓർഡർ ഉണ്ടോ? ഇല്ല, 8 ഐറ്റംസ് ഉള്ളൂ. 5471 ഇല്ലല്ലോ. 5471 is 6. ഇത് 8 ഐറ്റംസ് ഉള്ളൂ. അപ്പം 8 അപ്പവും ഒരു 8 അപ്പം ഹൈസ് 8 അപ്പം ഒരു എന്തോ ഒരു കറി ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഏത് കിലോമീറ്റർ അറിയില്ല. ഷടാ, എൻ്റെ താക്കോല് കാണുന്നില്ലല്ലോ. മൂഞ്ചി. ആരെങ്കിലും ഊരിക്കൊണ്ടോയാ? വീഡിയോ എടുത്തോണ്ട് നന്നായി. ഇനിയിപ്പോൾ വീഡിയോയിൽ നോക്കട്ടെ. എൻ്റെ പൊന്നെ, ഇപ്പം താക്കോല് പോയി.
താക്കോല് ഭാഗ്യത്തിന് കിട്ടി. താക്കോല് കയ്യിൽ നിന്ന് വീണ ഞാൻ അറിഞ്ഞേയില്ല. ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണിയും പോവും, നമ്മുടെ വീക്ക്ലി ഇൻസെന്റീവും കട്ടാവും. ഓ സത്യം പറഞ്ഞാൽ എന്റെ നെഞ്ചത്തുനിന്ന് കുറച്ച് കാളി. കാരണം ഒന്നാമത് നമ്മൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലെ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ ഓരോ പണി തന്നിട്ടുണ്ടെങ്കിൽ പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് സക്സസ്ഫുള്ളി ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ്. ഈ ഓർഡർ 20 രൂപയുടെ 30 രൂപ ടിപ്പും തന്നിട്ടുണ്ട്. ലാ ഹെവൻ അപ്പാർട്ട്മെന്റ്, ഗാലക്സി ബിൽഡേഴ്സിന്റെ ലാ ഹെവൻ. ഓക്കെ, നമുക്ക് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കഥ പറഞ്ഞിട്ട് വരാം. 1B നമുക്കിന്ന് നോ ലിഫ്റ്റ് ചലഞ്ച് എടുത്താലോ? അതായത് ലിഫ്റ്റിൽ കയറാതെ നമുക്ക് പടി മാത്രം കയറിക്കൊണ്ട് ഡെലിവറി ചെയ്യാം. 25 നില വന്നാൽ എന്ത് ചെയ്യും? ഇതിപ്പോൾ 1B ആയതുകൊണ്ടല്ലേ. 1A 1B. ഓക്കെ, ശരി. അപ്പൊ സക്സസ്ഫുള്ളി ഡെലിവേർഡ്. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഗോ ഓഫ് ലൈൻ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചേ പറ്റൂ. എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഏരിയയിൽ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്പോട്ട് ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഓരോ ഏരിയയിലും ഓരോ എന്താ പറയുക സ്പോട്ടും അതുപോലെ തന്നെ ഫുഡ് ചായ കുടിക്കാൻ നല്ല ചായ കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അതായത് നല്ല ചായ മീൻസ് എനിക്ക് ചായ കുടിച്ചിട്ട് എനിക്ക് ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞ ഒരു ചായക്കട ഉണ്ടാവുമല്ലോ, അതെനിക്ക് ഓരോ ലൊക്കാലിറ്റിയിലും ഉണ്ട്. ഇപ്പോൾ ഈ ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്യൂർ സൗത്ത് നിന്നാണ് ഞാൻ ചായ കുടിക്കുക. അവിടെ ചായക്ക് 15 രൂപ വിലയുണ്ട്, പക്ഷെ ചായ ഒരു കിടിലൻ ചായയാണ്. അതൊരു കിടിലൻ ചായയാണ്. അതുകൊണ്ട് നമുക്ക് 15 രൂപ കൊടുത്താലും വർത്തായിട്ടുള്ളൊരു ചായയാണ്, നല്ല അടിപൊളി ചായയാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ ഇടയുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട്. അതൊരു സ്കൂളിൻ്റെ സൈഡിലാണ്. അപ്പം അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പ്യൂർ സൗത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ചായ കുടിക്കാം. ഇവിടെ ഇതാണ് പ്യൂർ സൗത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫുഡ് എപ്പോഴും കഴിക്കാറ്. ഈ ലൊക്കാലിറ്റിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് കഴിക്കുക. സോ നമ്മളൊരു തണലെടുത്ത് വണ്ടി നിർത്തുന്നു, സൈഡാക്കുന്നു, ഇനി ഫുഡ് കഴിക്കാം. ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് സ്കൂൾ ലീവാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ സ്കൂൾ പിള്ളേരുടെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ നമുക്ക് കഴിക്കുന്നത് ഓട്സും അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്സ് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഇത് മധുരം ഇടാത്ത പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയ ഓട്സാണ് കേട്ടോ. അതായത് പാലിലല്ല ഈ ഓട്സ് കിടക്കുന്നത്. ഇതിൽ മധുരം ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, വെറും പച്ചവെള്ളത്തിൽ ഓട്സ് ഉണ്ടാക്കിയതാണ്. നമുക്ക് കൈ കഴുകാനുള്ള വെള്ളം ഇതിൽ നിന്നല്ല, നമുക്ക് മെയിൻ സോഴ്സിൽ നിന്ന് എടുക്കാം. കാരണം ഈ കുപ്പിക്ക് കുറച്ച് ചെറിയതായിട്ടുള്ള ലീക്കുണ്ട്. അപ്പം അത് ബാഗിൽ ഇങ്ങനെ ആവും. നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്യാം. ഇപ്പം ഇതിലെ വെള്ളം ആദ്യം നമുക്ക് തീർന്ന് കിട്ടുകയാണെങ്കിൽ ഇതിൽ അത്രയും ലോഡ് കുറയും. പിന്നെ ഈ കുപ്പി ഉപയോഗിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് വെള്ളം കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പം നമ്മൾ സാധാരണ നോർമൽ പ്ലാസ്റ്റിക് കുപ്പിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള സാധനങ്ങളൊക്കെ പിടിപെടുമെന്ന് പറഞ്ഞിട്ടു. അയ്യോ, സ്പൂണ് കഴുകിയില്ല, സ്പൂണ് കഴുകണം. ഇനി ഇതിനകത്ത് വെള്ളം എടുക്കാം. സ്പൂണ് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്കപ്പോൾ കഴിച്ചു തുടങ്ങാം. ഓട്സ് പതുക്കെ തുറക്കാം. ഓ ഗോഷ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കറി ഒഴിച്ചിട്ടാണ് കഴിക്കണേ. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ പ്യൂർ സൗത്ത് നിന്ന് ഒരു ചായ, അത് നിർബന്ധ. സോ ഗോയിങ് ടു ദ പ്യൂർ സൗത്ത്. എവിടെയല്ല, അതേ നേരെ കാണുന്നതാണ് പ്യൂർ സൗത്ത് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് ഒരു കിഡിലും ചായ കുടിക്കാം. ചായ കുടിച്ചതിന് ശേഷം ഡ്യൂട്ടി ഓൺ ചെയ്യണം, വർക്കിന് പോകും. ചായ ക്യാമറ കണ്ടോ വിജൃംഭിച്ചു പോയി.
ഇന്ന് നമ്മൾക്ക് പെട്രോൾ അടിക്കേണ്ട ദിവസമാണ്. ഞാൻ ആഴ്ചയിൽ 1000 അങ്ങനെ അടിച്ച് പോവുക ചെയ്യുക. ഫുൾ ടാങ്ക് അടിക്കില്ല. അതായത് ഇത് 11 ലിറ്റർ ടാങ്കാണ് ഈ ബൈക്കിനുള്ളത്. പലരും ബൈക്കിനെ പറ്റി ചോദിച്ചിരുന്നു. ബൈക്കിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം, എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി തന്നെ ഇടാം. ഇപ്പോൾ ഞാൻ വീക്കിലി 1000 അങ്ങനെ അടിച്ച് പോവുക ചെയ്യുക. അത് തീരുന്നതിനനുസരിച്ച് 1000 അങ്ങനെ അടിച്ച് പോവുക ചെയ്യുക. അപ്പോൾ ഇന്ന് പെട്രോൾ ഡേ ആണ്. ആഴ്ചയിൽ മേ ബി ഒരു 2 ദിവസം അടിക്കേണ്ടി വരും. 2 ദിവസം അടിച്ചാലും അത് ഫുള്ള് 2000 രൂപയ്ക്കും പെട്രോളും ഓടൂല. പക്ഷെ എന്നാലും 9 ലിറ്ററും 46. അപ്പോൾ സമയം ഇപ്പോൾ 12:30 മണിയായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 12 രൂപ എക്സ്ട്രാ ഉണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ കാണുന്നില്ലെങ്കിൽ. ഇപ്പോൾ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് 12 മണിക്ക് ശേഷം 10 രൂപ ടിപ്പ് അടക്കം ഇറങ്ങുന്നൊരു ഓർഡറാണിത്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടെന്നുള്ളത്. ഒരു 11:30ക്ക് ശേഷം അത്യാവശ്യം ഇങ്ങനെ ഓർഡർ ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 9957 എടുക്കട്ടെ. 9957 BS5 അപ്പോളോ സീബ്രീസ്. വാവ്, ഇത് ബീച്ചിലേക്കുള്ളതാണ്. അപ്പോളോ സീബ്രീസിലെ ലിഫ്റ്റ് നല്ല രസമാണ്. ലിഫ്റ്റ് ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ബീച്ച് സൈഡിലായതുകൊണ്ട് BS5 അല്ലേ, 5ാമത്തെ ഫ്ലോറിലായിരിക്കും. ഇപ്പോൾ 5 ഫ്ലോറിൽ നിന്ന് വലിയ ഭംഗി ഉണ്ടാവില്ല നമ്മൾ ബീച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ. അപ്പോളോ സീബ്രീസിന്റെ ഓൾമോസ്റ്റ് ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുമ്പോൾ, എന്നിട്ട് ഏറ്റവും ടോപ്പ് കയറി നിന്നിട്ട് ലിഫ്റ്റിൻ്റെ അകത്ത് കൂടെ ബീച്ച് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഹേ ബനാനെ ഒരു പൂ തരാമോ, ഹേ ബനാനെ ഒരു കായ് തരാമോ. ലൊക്കേഷൻ റീച്ച്ഡ് അപ്പോളോ സീബ്രീസ്. പാർക്കിംഗ് ഏരിയ ഇല്ലല്ലോ, ഈശ്വര. BS5ലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ലിഫ്റ്റ്. അയ്യോ, ലിഫ്റ്റ് മുകളിലേക്ക് പോയല്ലോ. ഓപ്പൺ യാ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലെത്തി. 5ാമത്തെ ഫ്ലോറ് ക്ലോസ്ഡ്. സോ ഈ വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ 5ാമത്തെ നിലേൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് അധികം കാണാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ഇവിടെ വരുന്നത് 10th ഫ്ലോറാണ്. 10th ഫ്ലോറിലൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ പൊളിയായിരിക്കും. താങ്ക് യു. അങ്ങനെ നമ്മൾ അടുത്ത ഓർഡർ അടിഞ്ഞു. ഇതിൻ്റെ ഏണിങ്സ് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ലിഫ്റ്റിൻ്റെ അകത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, 39 രൂപയുടെ ഓർഡറാണത്. സൂഫി മന്ദം അടുത്തതും കൂടെ അടിഞ്ഞു. ഇത് ബൾക്ക് ഓർഡർ, ബാച്ച് ഓർഡറാണ്. അതായത് ഒരു ഹോട്ടലിൽ തന്നെ നമുക്ക് 2 തവണ, അതായത് 2 ഓർഡർ. ഒരു ഹോട്ടലിൽ തന്നെ നമുക്ക് 2 ഫുഡ് എടുക്കാനുണ്ടാവും, 2 കസ്റ്റമേഴ്സിനായിട്ട്. നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സൂഫി മന്തിയിലാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് നഹ്ദി, കുഴിമന്തി, സൂഫി മന്തി, ഈ 2 മന്തിക്കടകളിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് മന്തി കഴിക്കാനായിട്ട് കയറുന്നത് കേട്ടോ. ഇവിടുത്തെ മന്തി പക്ഷെ എനിക്കൊരു പ്രാവശ്യം ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത്ര വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കോഴിക്കോടത്തെ മന്തി ഇഷ്ടം ഒന്ന് സാറ്റർ മന്തിയിലും പിന്നെ ഒന്ന് നഹ്ദി മന്തിയിലുമാണ്. പക്ഷെ സാറ്റർ മന്തിയിൽ ഭയങ്കര റേറ്റാണ്, വില ഭയങ്കരമാണ്. നഹ്ദിയും സാറ്ററും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 50 രൂപ 60 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും. നഹ്ദി മന്തിയും ഒന്നും പറയാനില്ല, എനിക്ക് കഴിച്ചതിലും വെച്ച ഏറ്റവും അടിപൊളി മന്തിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഓർഡർ പിക്ക് ചെയ്യാനായിട്ടുണ്ട്. 2ഉം വെയിറ്റിങ്ങിലാണല്ലോ, 2ഉം റെഡി ആയിട്ടില്ല, 2ഉം വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഓർഡർ 2 പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കോട് അരയടുത്ത പാലത്തേക്കാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ വരുന്നത്. ഇത് മൾട്ടി ഓർഡർ ആയിരുന്നു. ഇന്ന് സൊമാറ്റോയിൽ അവസ്ഥ ചോദിച്ച സമയത്ത് ഇന്നാണ് അത്യാവശ്യം ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ അപ്പോളോ സീബ്രീസിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് അവിടെ ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഇപ്പോൾ സ്വിഗ്ഗി ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ആഴ്ചയും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ സ്വിഗ്ഗി ഡെലിവറി ബോയ് കോഴിക്കോട് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്തായാലും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും എത്ര ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. സോ എൻ്റെ വീഡിയോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, കോഴിക്കോടുള്ളവർക്ക്. അവർ കണ്ടു, അവർ ഇറങ്ങി പണിയെടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത്, കണ്ടിട്ട് എന്നെ വന്ന് പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ സ്വിഗ്ഗി ഇറങ്ങിയതിനോട് എനിക്ക് അത്ര സന്തോഷമില്ല. പിന്നെ അവനോട് ഞാൻ പറഞ്ഞു വേറെ വല്ല ജോലി നോക്കായിരുന്നില്ല എന്നുള്ളത്. അവൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ അവൻ എന്താ പറയുക ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഒഴിവാക്കി. അവനിവിടെ കോഴിക്കോട് പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് കൂടെ സ്വിഗ്ഗി ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതല്ലാതെ എന്നെപ്പോലെ ഫുൾ ടൈം സ്വിഗ്ഗി ഇറങ്ങുകയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. റിസ്ക് എടുക്കുന്നത് കൊണ്ടല്ല, റിസ്ക് എടുക്കുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല ആക്ച്വലി. ഇനിയിപ്പോൾ അമൻ ബുക്ക് സ്റ്റാളിൽ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നേരെ റൈറ്റ് സൈഡിൽ, ഓ ഇതാണോ ഈ പൊളിഞ്ഞൊരു ഗേറ്റ് പോലുള്ളതാണോ? ഓക്കെ, ശരി, ഞാൻ കൊടുക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ കൊടുത്ത ഓർഡറിനും ടിപ്പ് തന്നിട്ടുണ്ട് കേട്ടോ, ഒരു 10 രൂപ. ഇന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയുടെ അടുത്ത് ടിപ്പ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു, താങ്ക് യു. അടുത്ത ബോർഡ് ലൊക്കേഷൻ ഇവിടെയാണ്. ഇത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബാക്കി ജിപേ തരട്ടെ? ചേഞ്ച് ഉണ്ടാവില്ല? നിങ്ങളടുത്ത് ഉണ്ടാവില്ല? 200 ഉണ്ടാവില്ല? ഇല്ല ഇല്ല. ആ, കസ്റ്റമേഴ്സ് തരുന്നത് ഫുൾ 500 അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളടുത്തൊരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിപ്പോൾ അവർ ജിപേ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യല്ല? ഓക്കെ ഓക്കെ, അങ്ങനെ ഇതും നമ്മൾ കൊടുത്തു. ഇതിന് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 22 രൂപ. ഇനി അടുത്ത ഓർഡർ അപ്പം തന്നെ അടിഞ്ഞു. എൻ്റെ പൊന്നെ, ടോപ്പ് ഫോം മൗർ റോഡ്. മിക്കവാറും ഇത് 2 ഓർഡർ കിട്ടണ്ടാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. ഇതിനുണ്ട് കാശ് 20 രൂപ ടിപ്പ്. എനിക്ക് ഉറപ്പായിരുന്നു ഡബിൾ അടിയുന്നു. അപ്പോൾ ഈ ഓർഡർ നമുക്ക് ബാച്ച് ഓർഡറാണ്. 2 ഓർഡർ പിക്ക് ചെയ്യാനുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും. ഇതാണ് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ്. വീച്ചിട്ട് കൊണ്ട് ഫുഡ് റെഡി ആയല്ലോ. 2 ഫുഡും റെഡി ആയി ഗൈസ്. നമുക്ക് 2ഉം പിക്കപ്പ് ചെയ്തിട്ട് വരാം. ഒരു പൂത്തരാമോ? ഡബിൾ 100. ഓക്കെ, 1 കിട്ടി. 60-58. രണ്ടാമത്തത് 54-53. അതും കിട്ടി. അപ്പം അതും പിക്കഡ്. ഓക്കെ, അപ്പം നമുക്ക് 2ഉം പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം ഇപ്പോൾ 2 മണിയായി. വേറെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എന്താ ബ്രോ, എന്താ പേര്? ഒരു മിനിറ്റ്, പേരെന്താ? അല്ലല്ല, അത് വേറെ ഡെലിവറി ബോയ്സ് ആയിരിക്കും. ഇത് സ്റ്റെഫി ജോർജ് ആണ്. ഓക്കെ ബ്രോ, ആള് മാറി. എനിക്കല്ല, അവന്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, സമയം ഇപ്പോൾ 2 മണി. അപ്പം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. സമയം ഇപ്പോൾ 2 മണി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷെ 3 മണി വരെ നമുക്ക് 12 രൂപ എക്സ്ട്രാ ഏണിങ്സ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഏണിങ്സിൻ്റെ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ആ ഏണിങ്സ് നമുക്ക് കട്ടാവും. സമയം ഇപ്പോൾ ഏകദേശം 3:30 മണിയായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ച് തുടങ്ങിയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ 11 മണി 10 മണി സമയത്ത് ഓട്സ് കഴിച്ചാണ്. അപ്പോൾ എനിക്ക് ഒന്നായിട്ട് വിശന്ന് അലഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 3 മണി വരെ നമുക്ക് സർച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 മണിക്ക് ശേഷം ലാസ്റ്റ് ഓർഡർ എടുത്തിട്ട് നമ്മൾ ഡ്യൂട്ടി ഓഫ് ചെയ്തു. പക്ഷെ ആ ഫുഡ് കഴിക്കാൻ നേരത്തെ എനിക്ക് വേറൊരു അതിഥിയെ കൂടെ കിട്ടിയിട്ടോ.
ഇവളാണ് ഇവള് ഞാൻ ഫുഡ് കഴിക്കുന്ന നേരം കുറേ നേരം എൻ്റെ അടുത്തേക്ക് നോക്കി നിന്ന സമയത്ത് ഞാൻ കുറച്ച് ചോറ് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്കുള്ളതിൽ നിന്ന് കുറച്ച് ചോറ് കൊടുത്തു. ഇനി ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അവക്കൂടെ മാറ്റി വെക്കണം. ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കനും ചോറുമാണ്. ഇന്നും ചിക്കൻ കറിയും ചോറുമാണ്. അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് അവക്കൂടെ കൊടുക്കണം. കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നെ കാത്തിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ കുറച്ച് ചോറ് കൊടുത്തിരുന്നു. അത് തിന്ന് ഇപ്പം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 700 സംതിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ 100 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് വീക്കിലി ഇൻസെൻറ്റീവ് അടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡെയിലി ഇൻസെൻറ്റീവ് സ്ലാബും കഴിയും എന്നാണ് തോന്നുന്നത്. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി ഡ്യൂട്ടി കാണാം. എന്നാ അവിടെ വാ. കഴിഞ്ഞ പ്രാവശ്യം 2 കുട്ടികൾക്ക് ചെരുപ്പിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെരുപ്പിലും ഇതിലൊന്നല്ല കൊടുത്തത്, നല്ലൊരു കവറിൽ പിന്നെ നിലത്ത് പോലും ആക്കാതെയാണ് കൊടുത്തത്. ചെരുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം പട്ടികുട്ടികൾ വെള്ളം കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മുടെ ഫുഡ് മാതിരിയല്ല, നിൽക്കില്ല. അത് നിൽക്കണമെങ്കിൽ അതിനൊരു നമ്മുടെ ആ വെള്ളം നിൽക്കാൻ പറ്റിയൊരു ഷേപ്പിലുള്ളൊരു സാധനം വേണം. ആ സാധനം ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ എനിക്കെന്താ പറയുക, ഞാൻ കൈ കഴുകിയ വെള്ളത്തിൽ ഈ പട്ടിക്കുട്ടികളൊക്കെ നക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് വെള്ളം വേണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. ഞാൻ അതുകൊണ്ട് ചെരുപ്പിൽ ഒഴിച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എത്രേ ഉള്ളൂ, ഈ ഓടക്കകത്ത് കിടക്കുന്ന മൂത്രത്തിനേക്കാളും നല്ലതല്ലേ എൻ്റെ ചെരുപ്പിലുള്ള വെള്ളം. ഞാൻ ചെരുപ്പ് കഴുകിയിട്ടാണ് കൊടുത്തത്. ഇനിയിപ്പോൾ ഈ ചളിവെള്ളമൊക്കെ കുടിക്കുന്നതിനെക്കാട്ടും എത്രയോ ഫാർ ബെറ്ററാണ് ചെരുപ്പിലുള്ള വെള്ളം. എന്തായാലും അത് നെഗറ്റീവ് കമൻസ് ഞാൻ നോക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തിട്ടേ ഞാൻ വരുള്ളൂ. എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം അതിനിപ്പോൾ ഇനിയിപ്പോൾ എന്ത് നെഗറ്റീവ് കമൻറ്റ് വന്നാലും എനിക്കതൊരു ഐ ഡോണ്ട് കെയർ, ഇത്രേ ഉള്ളൂ. എന്തായാലും അവൾ ഫുഡ് കഴിച്ച് പോയി, ഞാനും ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ സമയം ഏകദേശം 3:45 നമ്മൾ ഡ്യൂട്ടി ഓൺ ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് നേരത്തെ ഏകദേശം ഓൾമോസ്റ്റ് ഏണിങ്സൊക്കെ അടിക്കും. എന്നാലും നമുക്കൊരു 10 വരെ ഡ്യൂട്ടി എടുത്തേ പറ്റൂ, കാരണം ഡ്യൂട്ടി ടൈം 10 മണി വരെയാണ്. അപ്പോൾ ബഡീസ്, ഓ മൈ ഗോഡ്, ടൈം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മുടെ സർജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തെ. സർജിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് സർജ് നമുക്ക് ആദ്യം 15 രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് 20 രൂപയിലേക്ക് അവർ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ഓർഡർ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. പാരഗൺ റെസ്റ്റോറൻറ്റിൽ സാധാരണ അവർ സ്വിഗ്ഗി വയ്ക്കാത്തതാണ്. എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് സ്വിഗ്ഗിയിലുണ്ടായിട്ടും പാരഗണിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ല. ഐ തിങ്ക് കോഴിക്കോട് പാരഗൺ മാത്രമായിരിക്കും കോഴിക്കോട് സൊമാറ്റോ സ്വിഗ്ഗി ഇല്ലാത്തതുള്ളൂ. ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അവിടെ ആരും ഫുഡ് എടുക്കുന്നതും ഫുഡ് ഓർഡർ ചെയ്യുന്നതൊന്നും. അപ്പോൾ നമ്മൾ പാരഗണിൻ്റെ ഫ്രണ്ടിലെത്തി. സോ ഇതാണ് കോഴിക്കോട് പാരഗൺ ഹോട്ടൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബ്രൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറി എന്നാണ് എടുക്കാനുള്ളത്. അത് ബ്രൗൺ ടൗൺ ബേക്കറി ഇതല്ലേ, ചോദിച്ചു നോക്കാം. ഈ ബ്രൗൺ ടൗൺ ഓക്കെ, അവിടെയാണ്. വെറുതെ അല്ല ഞാൻ ഇവിടുന്ന് ഓർഡർ എടുക്കുന്നത് കാണാത്ത. ബ്രൗൺ ടൗൺ ബൈ പാരഗൺ ഞാൻ കണ്ടു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ബ്രൗൺ ടൗൺ ബേക്കറി ആൻഡ് കഫേ കൊള്ളാലോ. 6901 ലോ ബാറ്ററി, റീചാർജ് യുവർ ഫോൺ. 7%. അപ്പോൾ ബഡീസ്, നമ്മുടെ അവസാനത്തെ ഓർഡറാണ് ഇത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60 രൂപയുടെ അടുത്ത് ഇത് കിട്ടിയിട്ടുണ്ട്, റിട്ടേൺ ബോണസ് അടക്കം. പക്ഷേ ഈ ഓർഡറിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ഞാൻ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ഓർഡറും അതുപോലെ തന്നെ ഈ ഓർഡർ നമ്മുടെ വീടിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്കാണ് വരുന്നത്. അതായത് ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കൊരു 5-8 കിലോമീറ്ററിലെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് സോണിലേക്ക് വരേണ്ട ആവശ്യമില്ല. റിട്ടേൺ ബോണസും കിട്ടും. അതായത് സോണിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ബോണസ് അടക്കം നമുക്ക് ഈ പേയ്മെൻറ്റിൽ കിട്ടും. ഓർഡർ റെഡി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തു. ഇവിടെ ഞാൻ ആ പുള്ളിനോട്, നമ്മുടെ ഹിന്ദിക്കാരൻ പയ്യനോട് ഞാൻ ചോദിച്ചു,
നമ്മുടെ ചിക്കിങ്ങിലും KFC-യിലൊക്കെ അവസാനം നമ്മൾ ലാസ്റ്റ് ഓർഡറിനൊക്കെ പോകുന്ന സമയത്ത് മേ ബി അവിടുന്ന് ബാലൻസ് ഉള്ള ചിക്കൻ, അതായത് ക്യാൻസൽ ഓർഡർ വന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിക്കൻസ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തരും, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് തരും നമ്മൾ. അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ കയറി എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഇപ്പൊ ബാക്കിയൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ തരുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചതിന് എനിക്കൊരു ബണ്ണും ഫ്രഞ്ച് ഫ്രൈസിന്റെ 2 കോലും തന്നു. അങ്ങനെ ഒരു സോസിന്റെ പാക്കറ്റ് തന്നു. തൽക്കാലത്തേക്കൊന്ന് വിശപ്പട. പെരുമഴയായിരുന്നു, ഓർഡറിന്റെ പെരുമഴയായിരുന്നു. ഇതിന്റെ ഏണിങ്സ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്റെ സ്വിഗ്ഗി ലൈഫിൽ ഞാൻ 5 വർഷം പണിയെടുത്തിട്ട് ഞാൻ ഇത്ര ഏണിങ്സ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ എങ്ങനെ പോയാലും ഒരു 230-250 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരും. പണ്ടാരെ പട്ടിപ്പോ കടിച്ചു വരെ അള്ളാ പിന്നാലെ ഓടി വരുന്നു. ഇവിടെ എന്താ പോലീസ് ഇഷ്യൂ? പോലീസുകാർ ഫുള്ളുണ്ടല്ലോ. ചേച്ചി എന്താ പ്രശ്നം? എന്താ പ്രശ്നം ഇവിടെയോ? ഓട്ടോ മറിഞ്ഞതാണ്. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, കള്ളപ്പട്ടി. ആ നായിന്റെ പട്ടി എന്നെ ഓടിപ്പിച്ചു ഗൈസ്. ഒരു ഓട്ടോ മറിഞ്ഞ കേസാണത്. പുള്ളിക്കാരെ ഒരു ലേഡീനെ പേടിച്ച് കൈകൂപ്പിയൊക്കെ നിക്കണുണ്ട്. എന്തോ വെള്ളടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ സീനായിരിക്കും മേ ബി. ആ ലേഡി പറയുന്നുണ്ട് ഓട്ടോക്കാരനോട്, മോനെങ്ങനെയൊന്നും വണ്ടി ഓടിക്കരുത്, മോനെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി വച്ചേ അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. എന്താണാവോ, നമ്മക്കെന്തിനാക്കെ നോക്കേണ്ട കാര്യം, നമ്മള് പോണ്. അപ്പൊ ബഡീസ്, ഇപ്പൊ ടൈം ഏകദേശം 11 മണിയാണ്. ഞാനിപ്പോ വീട്ടിലെത്തിയുള്ളൂ. വന്ന കോലത്തിലാണ്, വീട്ടിലേക്ക് പടി പോലും ചവിട്ടിയില്ല, പുറത്താണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നാണ് ഞാൻ സ്വിഗ്ഗിയിൽ 5 വർഷത്തോളം നമ്മള് പണിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയത് ഇന്നാണ്. എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ള കറക്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡറിൻ്റെ എണ്ണം എടുത്തതും ഇന്നാണ്. ഇന്ന് ഓൾമോസ്റ്റ് 41 ഓർഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏണിങ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഓടിയ കിലോമീറ്റർ കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. ഓടിയ കിലോമീറ്റർ 231 കിലോമീറ്ററാണ്. ഇപ്പോൾ സമയം കണ്ടല്ലോ 11:15. അതായത് നമ്മളിന്ന് ഓൾമോസ്റ്റ് ഒരു 13.5 മണിക്കൂർ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിന്നൊരു 8:30 ആ ഒരു സമയത്താണ് നമ്മൾ ഡ്യൂട്ടി ഓൺ ആക്കിയത്. അത് മുതൽ ഇപ്പോൾ 11:15 13.5 മണിക്കൂറാണ് ഡ്യൂട്ടി എടുത്തത്. 41 ഓർഡർ. എൻ്റെ 5 വർഷത്തെ സ്വിഗ്ഗി ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും എണ്ണം ഓർഡർ എടുക്കുന്നത്. ഇനി ഇന്നലത്തെ ഏണിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. 3000 രൂപയാണ് നമ്മളുടെ സിംഗിൾ ഡേ ഏണിങ്സ് എന്ന് പറയുന്നത്. 3000 രൂപയിൽ 1100 രൂപ നമുക്ക് വീക്കിലി ഇൻസെൻറ്റീവ് വരുന്നുണ്ട്. 1200 രൂപ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഡേ സിംഗിൾ ഡേ 2000 രൂപയാണ്. ഇന്നലത്തെ എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിൽ 500 രൂപ നമുക്ക് പെട്രോൾ ഫുഡ് അടക്കം എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ 2000 നിന്ന് 500 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1300 to 1500-നുള്ളിൽ നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പെർ സിംഗിൾ ഡേ. എനിക്ക് തോന്നുന്നു ഓണത്തിനെക്കാട്ടും നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. ഓണത്തിന് വീക്കിലി ഇൻസെൻറ്റീവ് അടക്കം നമുക്ക് 2600 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീക്കിലി ഇൻസെൻറ്റീവ് അടക്കം നമുക്ക് കിട്ടിയിട്ടുള്ളത് 3000 രൂപയാണ്. ഇന്നലത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഓർഡർ ഏണിങ്സ് മാത്രം ഇന്നലെ 1000 അടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്, വീക്കിലി ഇൻസെൻറ്റീവ്, ഡെയിലി ഇൻസെൻറ്റീവ് അടക്കം നമുക്ക് 1581 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടിപ്പ് 90 രൂപയും ഒരു കയ്യിലൊരു ടിപ്പ് 40 രൂപയും കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 130ഓളം രൂപ നമുക്ക് ടിപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോണസ് 345 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് വീഡിയോ. വീക്കിലി ഇതേപോലെ തന്നെ നല്ല ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂളായിട്ട് പോകാം. അതുപോലെ തന്നെ ഇന്നലെ ലോങ്ങസ്റ്റ് ആയിട്ട് നമ്മൾ ഓടിയ കിലോമീറ്ററാണ് ഇതിൻ്റെ ഇത്രയും കാലത്ത് സ്വിഗ്ഗിയിൽ ഏറ്റവും കൂടുതൽ ഓടിയ കിലോമീറ്റർ ഇന്നലെ ആയിരുന്നു. ഓൾമോസ്റ്റ് 230 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 41 ഓർഡർ ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ലാത്ത 41 ഓർഡർ ഞാൻ ഇന്നലെ എടുത്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.